Welcome to my channel. So last class we were discussing about equilibrium constant, law of equilibrium, law of mass action, all these we have discussed in detail. So today we are going to discuss about, at that time we have discussed about two important constants that is known as Kc. What is this Kc? Kc is known as the equilibrium constant, and we also know that one more constant I have written there, that is Kp. That is equilibrium constant in terms of partial pressure. അതായത് നമ്മളൊരു ഗേഷ്യസ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇൻ ടേംസ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ വി ആർ യൂസിങ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഈച്ച് ആൻഡ് എവറി എലിമെൻറ്റ്. അതിലുള്ള റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും പാർഷ്യൽ പ്രഷർ ആയിരുന്നു ഫോർമുലയിൽ വരുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പം നമ്മൾ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ നമ്മൾ എന്ത് പറയും? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. അതിനെയാണ് Kp എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Kpയും Kcയും? ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷനും പാർഷ്യൽ പ്രഷറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്തത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കാം. നമുക്കറിയാം ഫോർ എ ഐഡിയൽ ഗ്യാസ് PV is equal to nRT. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? R is the gas constant, T is the temperature, N is the number of moles, V is the volume and P is the pressure. I can write the equation that is P is equal to N by V RT എന്ന് എഴുതിക്കൂടെ? തെറ്റില്ലല്ലോ. ഓക്കെ, ഈ N by V എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഇൻ എ ഗിവൺ വോളിയം. ആ ഒരു സാധനത്തിന് എനിക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയാൻ പറ്റുമോ? അതായത് കോൺസെൻട്രേഷൻ തന്നെ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് ഇൻ എ ഡെഫിനിറ്റ് വോളിയം. അതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ എ വോളിയം, ക്യാൻ ഐ റൈറ്റ് ഇറ്റ് ആസ് എ കോൺസെൻട്രേഷൻ? എഴുതിക്കൂടെ? P is equal to concentration, or I can write the concentration of gas into RT. ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ അർത്ഥം എന്താ? ദ കോൺസെൻട്രേഷൻ അല്ലേ? നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് ഒരു ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ്സ് എ മോളാർ കോൺസെൻട്രേഷൻ. സോ വി ക്യാൻ സീ ദറ്റ് ഇറ്റ്സ് എ കോൺസെൻട്രേഷൻ. അപ്പോൾ പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻ ടു RT. അറിയാലോ. ഇനി ഞാൻ എഴുതുകയാണ്. എ ജനറൽ റിയാക്ഷൻ A പ്ലസ് B റിവേഴ്സിബിൾ. റിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ രണ്ട് CC പ്ലസ് DD എഴുതിക്കൂടെ? ഇതൊരു ജനറൽ റിയാക്ഷൻ, അത് ഏതോ ആയിക്കോട്ടെ. ഇനി ഇതെല്ലാം ഗേഷ്യസ് സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഓൾ ആർ ഇൻ ഗേഷ്യസ് സിസ്റ്റം. അപ്പം നമ്മൾ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താ എഴുതുക? K പാർഷ്യൽ പ്രഷർ ഓഫ് A റേസ് ടു ദി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് A അല്ല, പ്രോഡക്റ്റ് അല്ലേ ആദ്യം, D then D into partial pressure of C raised to C divided by partial pressure of B into B, partial pressure of A into A. ഇനി എനിക്കിവിടെ ഈ ഓരോ പിക്ക് പകരം ഇത് കൊടുത്തൂടെ? അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് A എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് A RT റേസ് ടു A. കാരണം ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ എഴുതണമല്ലോ അല്ലേ? അതാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം ഈ പിക്ക് പകരം നമുക്ക് ഈ പാർഷ്യൽ പ്രഷർ ഓഫ് A എന്നുള്ളതിന് പകരം നമുക്ക് എന്തെഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് RT റേസ് ടു എഴുതിക്കൂടെ? P റേസ് ടു D, P ഇൻറ്റു അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് D റേസ് ടു Dക്ക് പകരം ഇതിനെ മൊത്തത്തിൽ റേസ് ടു ആ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതിക്കൂടെ? അപ്പം ഞാൻ എങ്ങനെ എഴുതും? Kp is equal to PD എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് D ഇൻറ്റു RT raised to D into concentration of C into RT raised to C divided by concentration of B into RT raised to B, or concentration of A into RT raised to A. എഴുതാലോ. ഇനി എനിക്കിതിനെ ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് എഴുതും. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ D റേസ് ടു D, C റേസ് ടു C ഡിവൈഡഡ് ബൈ B റേസ് ടു B ഇൻറ്റു A റേസ് ടു A ഇൻറ്റു RT റേസ് ടു D ഇൻറ്റു RT റേസ് ടു C ഡിവൈഡഡ് ബൈ RT റേസ് ടു B ഇൻറ്റു RT റേസ് ടു A. എഴുതിക്കൂടെ? തെറ്റില്ലാലോ. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്താ? എക്സ് റേസ് ടു എം പ്ലസ് എൻ എന്ന് പഠിച്ചിട്ടില്ലേ അല്ലേ? എക്സ്പൊണൻഷ്യൽ. അതേപോലെ എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ എങ്ങനെ എഴുതും? എക്സ് റേസ് ടു എം മൈനസ് എൻ എഴുതിക്കൂടെ? ഇതല്ലേ ഫോർമുല? അതൊക്കെ എക്സ് റേസ് ടു D, എക്സ് റേസ് ടു C. അങ്ങനെ ചിന്തിച്ചാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം?
that is equal to d raised to d into c raised to c divided by b raised to b into a raised to a into rt raised to c plus d divided by rt raised to b plus a. ആണോ? ഇനി ഇതിനെ ഞാൻ പറയേ എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ ആണ്. നമ്മൾ എങ്ങനെ എഴുതും? എക്സ് റേസ് ടു എം മൈനസ് എന്നുള്ള ഫോമിൽ എഴുതി കൂടെ സി മൈനസ് ഡി മൈനസ് ബി പ്ലസ് എന്ന് എനിക്ക് എഴുതിക്കൂടെ? തെറ്റില്ലാലോ. ഇനി നിങ്ങൾക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാമായിരുന്നല്ലോ. കെ സി ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് to the raised to the stoichiometric coefficient divided by product of the concentration of the reactant raised to its stoichiometric coefficient. അതന്നെയല്ലേ ഈ സാധനം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് ബി പ്ലസ് എ. ഈ സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? സി പ്ലസ് ഡി മൈനസ് ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് A, number of moles of B, number of moles of C, number of moles of D ആണ്. ഈ C plus D എന്ന് പറഞ്ഞാൽ number of moles of the product minus number of moles of the reactant അല്ലേ? അപ്പോൾ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതിക്കൂടെ? കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ, where delta n is the difference of the number of moles of the product and reactant. മനസ്സിലായോ? അപ്പോൾ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ എന്താ? കെ പി ഈസ് ഈക്വൽ ടു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലത്തിനും ഡെറിവേഷനും, കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇങ്ങനെ ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി? അപ്പം നമ്മൾ ഈ ഡെറിവേഷൻ എഴുതിയിരിക്കണം. അപ്പം ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ ഇതാണ് ഇപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഒന്നുമില്ല. ആദ്യം പി വി സിക്വൾ ടു എൻ ആയിട്ട് കൊടുക്കുക. പി ഇസ് ഇക്വൾ ടു എൻ ബൈ വി എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓരോന്നിൻ്റെ കൂടെയും, കാരണം ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് നമ്മൾ ഓരോന്നിനും അതിൻ്റേതായ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്, അത് മറക്കരുത്. എന്നിട്ട് നമ്മളൊരു ജനറൽ റിയാക്ഷൻ എഴുതുക. അതിൽ കെ പിൻ്റെ, അതായത് ഇൻ ടേംസ് ഓഫ് കെ പിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. കെ പിയിൽ തുടങ്ങുക. എന്നിട്ട് ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ ടി അങ്ങനെയുള്ളത് ഒരുമിച്ച് എഴുതുക. പിന്നെ നമ്മുടെ ആ റൂൾ എക്സ് പ്ലസ് എമ്മും എക്സ് മൈനസ് എം എന്നുള്ള റൂൾ അങ്ങ് കൊണ്ടുവന്നിട്ട് എഴുതിയ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. നമുക്ക് ചില 1 മാർക്ക് 2 മാർക്കിനൊക്കെ കെ പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. കെ സിയും തരും, ആറിൻ്റെയും ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസൊക്കെ നമുക്കറിയെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പ്രോബ്ലം ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. The equation like Kp is equal to Kc into RT raised to delta n, where Kp is the equilibrium constant in terms of partial pressure. This is equilibrium constant in terms of concentration. R is universal gas constant. Already we have discussed many values for R depending upon the atmosphere bar ഒക്കെ വെച്ചിട്ടുള്ള വാല്യൂ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എടുക്കുമ്പോൾ T is temperature and delta n is the change in number of moles ആണ്. ഇനി ഈ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ വെച്ചിട്ട് വി ക്യാൻ സേ ദാറ്റ് വെദർ കെ പി ഇസ് ഗ്രേറ്റർ ആണോ കെ സി ഇസ്, അത് ഒരു റിയാക്ഷന് നമുക്ക് ആവശ്യമുണ്ടാവും. അതുകൊണ്ട് ഈ ഓരോ പോയിന്റും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. ഇഫ് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 0, നമുക്കറിയാം എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലേ? എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. എനി നമ്പർ റേസ് ടു 0 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എന്തായിരിക്കും? വെൻ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 0, അതായത് നമ്പർ ഓഫ് മോൾസിൽ അവിടെ ചേഞ്ച് ഇല്ല. അതായത് 1a പ്ലസ് 1b ഗിവ്സ് 1c പ്ലസ് 1d ആണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് മോൾസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ ഇവിടെ, അതായത് നമ്പർ ഓഫ് പ്രോഡക്ട്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് 2, നമ്പർ ഓഫ് റിയാക്റ്റൻസ് 2, 2 മൈനസ് 2 എന്താ? 0. അങ്ങനത്തെ കേസിൽ എന്താണ്? കെ പി കെ സിക്ക് ഈക്വൽ ആയിരിക്കും. കെ പി വിൽ ബി ഈക്വൽ ടു, ദാറ്റ് ഇസ് ബോത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ഇക്വിലിബ്രിയം ടേംസ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ഇസ് ഈക്വൽ. ഇനി ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് ഗ്രേറ്റർ ദാൻ 1, 2, 3, 4 ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം, ഇപ്പം 9 റേസ് ടു 2 ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഇസ് 9 9 81 ഇൻറ്റു കെ സി ആയിരിക്കും. അപ്പോൾ കെ പിൻ്റെ വാല്യൂ എന്തായിരിക്കും? കൂടും. അതായത് ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇതും വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് കെ പിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കെ സി 10 ആണെങ്കിൽ ഇത് 81 ഇൻറ്റു 10 ആണെങ്കിൽ എത്ര? 810. അപ്പോൾ കെ പിൻ്റെ വാല്യൂ എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. ഇനി ഇതിന് തല കുത്തൻ, അതായത് ആർ ടി റേസ് ടു -1 -2 ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും?
കെ പിൻ്റെ വാല്യൂ. കാരണം ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് വരുമ്പോഴത്തേക്ക് ഇത് എന്തായിരിക്കും, ഇത് വളരെ കുറയും. സോ ഇഫ് ഡെൽറ്റ എൻ ഇസ് ലെസ് ദാൻ 1 ദെൻ കെ പി ഈസ് ലെസ് ദാൻ കെ സി. ഈ 3 പോയിന്റ് ആലോചിച്ച് വെക്കണം. ഇതിൻ്റെ സെയിം ആയിട്ടുള്ളൊരു പ്രോബ്ലം ഞാൻ തന്നെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് എടുത്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇനി ഇങ്ങനെയും ചോദിക്കാം, വാട്ട് ഈസ് മെൻ ബൈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയ ആൻഡ് വാട്ട് ഈസ് ദിസ് കെമിക്കൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? ക്യാൻ യു റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നോക്കാം. നമ്മൾ എടുക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടൊക്കെ നിങ്ങളോട് ചോദിക്കും. ഇനി ഫസ്റ്റ് പോയിന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K is applicable only when the concentration of reactant and product has attained equilibrium. നമുക്കറിയാം, ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ മാത്രമല്ല ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് വലിയ കാര്യമില്ല. കാരണം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ, at equilibrium. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് is applicable only when concentration of reactant and product have attained equilibrium. അല്ലെങ്കിൽ അതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നല്ല പറയുക കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കിട്ടുന്ന വാല്യൂ ഇസ് നോൺ ആസ് റിയാക്ഷൻ കോഎഫിഷ്യൻ്റ് എന്താ പറയുക, അതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയത്തില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് എപ്പോഴേ പറയത്തുള്ളൂ, when the reaction has attained equilibrium. Second one, its value is depends upon temperature. Its value depends on temperature. അതായത് കെ സി എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ്. നമുക്കറിയാലോ അല്ലേ, കാരണം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എപ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത്, റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ. അല്ലാതെ അവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തുണ്ട്, ഫൈനൽ കോൺസെൻട്രേഷൻ എന്തുണ്ട്, മീൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി temperature and independent of the initial concentration of reactant and product. If the reaction is reversed, അതായത് AA plus BB gives CC plus DD എന്ന് പറഞ്ഞൊരു റിയാക്ഷനിൽ എനിക്ക് കിട്ടുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് X ആണ്. ഞാൻ ഈ റിയാക്ഷനെ തിരിച്ച് ഇങ്ങനെ എഴുതാം, CC plus DD gives AA plus BB എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ then the equilibrium constant for this reaction will be 1/x. സെയിം റിയാക്ഷൻ നമ്മൾ റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ ഫസ്റ്റത്തെ റിയാക്ഷൻ, അതായത് ഇപ്പോൾ N2 plus H2 gives 2NH3 എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്. തിരിച്ചിട്ട് N2 plus 3H2 gives 2NH3 ആണ് നമ്മൾ പ്രൊഡക്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെയുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും, ഫസ്റ്റത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും. ദാറ്റ് ഇറ്റ് വിൽ ബി റെസിപ്രോക്കൽ ഓഫ് ദി ഫസ്റ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇഫ് ദ റിയാക്ഷൻ ഇസ് റിവേഴ്സ്, റിയാക്ഷൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി വിൽ ബി ഓൾസോ വിൽ ബി റിവേഴ്സ്. അത് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. ഇനിയിപ്പോൾ ഹോൾ റിയാക്ഷൻ ഇസ് ഡിവൈഡഡ്, ഇഫ് എ ഹോൾ റിയാക്ഷൻ ഇസ് ഡിവൈഡഡ് ബൈ 2 then the value of also k get the root of k. അതെങ്ങനെയാണെന്ന് നോക്കി. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഒരു റിയാക്ഷൻ എ പ്ലസ്, ഞാൻ ഈ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചോട്ടെ, സെക്കൻഡ്, എന്നാലേ ഇത് നമുക്ക് അതൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയാണ് എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ടി. ഓക്കെ, അപ്പോൾ എനിക്കറിയാം കെ സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക, സി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. ഇതാണല്ലോ. ഇനി ഞാൻ ഈ ഹോൾ റിയാക്ഷനെ ഹാഫ് ആക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അതായത് നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ഹാഫ് ആക്കും, ചിലപ്പം മൾട്ടിപ്ലൈ ചെയ്യും 2 വെച്ചിട്ട്. അപ്പോൾ സോ ഐ എം ജസ്റ്റ് ഗിവിങ് ദാറ്റ് ഓൾ ദ സ്റ്റോഷിയോമെട്രിക് വാല്യൂസ് ആർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് പറ്റി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റേസ് ടു 1/2 റേസ് ടു 1/2 റേസ് ടു, ഇതെനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, റൂട്ട് ഓഫ് സി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എഴുതിക്കൂടെ, ഈക്വൽ അല്ലേ? ദാറ്റ് ഈസ് ഇഫ് ദ റിയാക്ഷൻ ഇസ്, ഇഫ് ദ ഹോൾ റിയാക്ഷൻ, എല്ലാ റിയാക്ഷനും കേട്ടോ മൊത്തത്തിൽ, അല്ലാതെ ഇവിടെ 2 ഹാഫ് ഇട്ടിട്ട് ഇവിടെ ഒന്നും ചെയ്തില്ല എന്ന് അങ്ങനെയല്ല. ഇഫ് ദ ഹോൾ റിയാക്ഷൻ ഇസ് ഡിവൈഡഡ് ബൈ 2 then the value of k is also gets root of k. വാല്യൂ ഓഫ് k എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, ആ റൂട്ട് ഓഫ്, അതായത് ഫസ്റ്റ് കിട്ടിയ വാല്യൂ, അതായത് ഇപ്പം ഞാൻ ഒന്നും ചെയ്യാത്തപ്പോഴുള്ള വാല്യൂവിൻ്റെ ജസ്റ്റ് റൂട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പം ഹോൾ വാല്യൂ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 2. ഞാനിപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഹാഫിന് പകരം ഞാൻ ഇവരെ എല്ലാവരെയും മൾട്ടിപ്ലൈ വിത്ത് 2 ആണ് ചെയ്തതെങ്കിൽ എന്തായിരിക്കും കെ സി, എനിക്ക് കെ സിൻ്റെ വാല്യൂ ഇപ്പോൾ
ഒരു 20 ആണെന്ന് വിചാരിക്കും ഇങ്ങനെ ചെയ്തപ്പോൾ. ഞാൻ ഈ റിയാക്ഷനെ 2a + 2b + 2c + 2d ചെയ്ത് എനിക്കറിയാം ഇറ്റ് വിൽ ബി c⁻², d⁻², c⁻², a⁻², b⁻². അപ്പോൾ എന്താവും? എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഐ ക്യാൻ റൈറ്റ് ദാറ്റ് 20⁻². എഴുതിക്കൂടെ? കാരണം ഇതെല്ലാവരും കോമൺ ആയിട്ട് എന്താണ്, എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഐ ക്യാൻ സേ ദാറ്റ് whole reaction is multiplied, then it will be the square of that number. ആ നമ്പറിൻ്റെ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. ഈ ആൻസറിൻ്റെ അത് പുതിയ കെൻ്റെ വാല്യൂ എന്ന് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കൂ. Next point is, if a reaction is taking place in two or more steps, if a reaction is taking place in 2 or more steps, then the equilibrium for that reaction will be product of all those steps. അതായത് എത്ര റിയാക്ഷൻ നടന്നിട്ടുണ്ടോ അവരുടെയൊക്കെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും ആ ഒരു റിയാക്ഷൻ. അത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണ്. ഇതാ നോക്കൂ. 2NO2 gives NO3 + NO. NO3 + CO gives NO2 + CO2. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ, ഇതൊക്കെ ഇക്വിലിബ്രിയത്തിലുള്ള റിയാക്ഷൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായപ്പം അതിൻ്റെ കേസി എന്ന് പറയുന്നത് NO3 എന്താ പറയുക, പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻ. ഇനി ഇതിൻ്റെ കേസി എന്ന് പറഞ്ഞത് NO2 CO2 ഡിവൈഡഡ് ബൈ. ഇനി ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 2NO2, ഇവിടെ 1NO2. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് NO2 പ്ലസ് ഈ NO3 പോയി. ഓക്കെ, പ്ലസ് CO ഗിവ്സ് NO + CO2. ഇതാണല്ലോ. ഇനി ഇതായത് ഓവറോൾ റിയാക്ഷൻ്റെ കേസി എന്ന് പറയുന്നത് NO × CO2 ഡിവൈഡഡ് ബൈ NO2 × CO. ഇതാണ് ഈ ഓവറോൾ റിയാക്ഷൻ. ഇനി ഓരോ റിയാക്ഷനും നമുക്കറിയാം. ഇനി ഇവർ രണ്ടാളെയും കൂടെ നമുക്ക് നോക്കി നോക്കാം. ഇവർ രണ്ടാളെയും മൾട്ടിപ്ലൈ ചെയ്തൊക്കെ. NO3 into NO divided by NO2 square into NO2 into CO2 divided by NO3 into CO. ബിക്കോസ് ഈ ഒരു റിയാക്ഷൻ 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിന് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, സെക്കൻഡ് സ്റ്റെപ്പിന് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഓവറോൾ റിയാക്ഷന് നമുക്കറിയാം ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പം ഇനി നോക്കാം. NO3 ക്യാൻസൽ, NO2 ക്യാൻസൽ. അപ്പം നോക്കൂ, NO CO2 NO2 into CO. ഇത് തന്നെയല്ലേ ഇത് അല്ലേ? ഇഫ് എ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ 2 or more steps, then the final or the overall reaction will be equal to the product of the എത്ര സ്റ്റെപ്സ് ഉണ്ട് അവരുടെയൊക്കെ പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ കേസി. അതായത് ഈ ഫൈനൽ എന്ന് പറയുന്നത് ഒരു K' = K1 × K2. അതന്നെയല്ലേ ചെയ്തത്. പിന്നെ അടുത്ത നമുക്ക് പറയുള്ളത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കാറ്റലിസ്റ്റും. കാറ്റലിസ്റ്റ് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കാറ്റലിസ്റ്റ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരിക്കലും ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമല്ല, കാറ്റലിസ്റ്റ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അതായത് റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും കാറ്റലിസ്റ്റിന് പറ്റും. സോ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് കാറ്റലിസ്റ്റുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചാൽ the catalyst can enhance for the reaction to attain equilibrium fast. ഒരു കാറ്റലിസ്റ്റിന് റിയാക്ഷനെ എൻഹാൻസ് ചെയ്യാം, സ്പീഡാക്കാൻ പറ്റും. എന്തിന്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ടു അച്ചീവ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ അത് വേണമെങ്കിൽ ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം, ചിലപ്പോൾ ഡിക്രീസ് ചെയ്യിപ്പിക്കാം. അതിൻ്റെ റിയാക്ഷൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? കാറ്റലിസ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ അതിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല, ബട്ട് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഹിം ടു അറ്റെയിൻ ടു ദ ഇക്വിലിബ്രിയം ഫാസ്റ്റർ റേറ്റ്. അത് ആ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ ഇവർക്കൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പം നമുക്കിന്ന് ഇത്രയും മതി. കാരണം 2 ടോപ്പിക്സ് നമ്മൾ എടുത്തതുണ്ട്, നന്നായി പഠിക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1-2 കാര്യങ്ങളും പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അതും കൂടി ഇതിൽ വരുമ്പോൾ ഭയങ്കര ലെങ്ത് ആവും വീട്. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ കമൻറ്റ്സ് ഇടുന്നവർ ഞാൻ കാണുന്നുണ്ട് പോർഷൻ തീരുമോ എന്ന്. ഞാൻ എപ്പോഴും എന്നും പറയുന്നതാണ്, എൻ്റെ ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം എനിക്കും ആഗ്രഹമുണ്ട് ഫുൾ പോർഷൻ എടുത്ത് തരണം. മോസ്റ്റ് പ്രോബ്ലി എസും പി ഒക്കെ ഞാൻ 1 ഷോട്ട് വീഡിയോ ആയിട്ട് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരിക്കലും എല്ലാ സബ്ജക്റ്റും ഒരു ക്ലാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ഈ ചാനൽ ചെയ്യണവർക്ക്
പറ്റുന്നിടത്തോളം ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ വേറെയും ചാനൽസ് നോക്കുക. കാരണം കെമിസ്ട്രി ഒക്കെ ഞാൻ എന്നും പറയാം, അത്രയും ചാനൽസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ അതിലുള്ളതും ഞാൻ എടുക്കാത്തതായിട്ടുള്ള ലെസൺസൊക്കെ അതിൽ നോക്കി പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇനി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ടെൻഷനായിപ്പോൾ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പം. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. എൻ്റെയും ഉദ്ദേശം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക, A+ കിട്ടുക വിത്ത് ബേസ്. അപ്പം മനസ്സിലാത്ത കാര്യം കമൻസിൽ ഇട്ടോളൂ. പിന്നെയും ഞാൻ പറയുകയാണ്, എന്നോട് കമൻസിൽ ബുദ്ധിമുട്ടായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റാത്തവർ easychemistryclass@gmail.com അയച്ചോളൂ. നോട്ട്സ് ഞാൻ കുറേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാറുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു HSS ലൈവിലുണ്ട്. പിന്നെ ക്ലാസ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ www.classnotes അടിച്ചു, അതിലൊക്കെ നല്ല നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെയും എന്നിട്ടും നോട്ട് ഇഷ്ടമില്ലാത്തവർ എൻ്റെ അടുത്ത് പറയും, ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.